പ്രിയമുള്ളവരെ, തിയോളജിയുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നാം പഠനവിധേയമാക്കുന്നത് സഭാവിജ്ഞാനീയം എന്ന ദൈവശാസ്ത്ര ശാഖയാണ്. ഇതിൻ്റെ ആമുഖ ചിന്തകൾ ഇതിനോടകം തന്നെ നമ്മൾ ബിരുദതലത്തിൽ, ഡിപ്ലോമ തലത്തിലൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള വസ്തുതകളാണ്. അതിൻ്റെ തുടർച്ചയെന്നോണം തിരുസഭ എന്ന ആ രഹസ്യത്തെ എങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥം, സഭാപിതാക്കന്മാർ, സഭയുടെ ദൈവശാസ്ത്രം വിശദീകരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും പഠിക്കുക. തിരുസഭ എന്ന് പറയുന്നത് ഒരു വലിയ രഹസ്യമാണ്. സഭയൊരു കൂദാശയാണ് എന്നാണ് പൊതുവെ കരുതപ്പെടുക. കാരണം എന്താ? അദൃശ്യമായതിനെ ദൃശ്യമാക്കുന്ന രക്ഷയുടെ അടയാളമാണ് കൂദാശ എന്ന് വേദപാഠ ക്ലാസ്സുകളിലൊക്കെ നാം പഠിച്ചിട്ടുണ്ട്. അദൃശ്യമായതിനെ ദൃശ്യമാക്കുന്ന രക്ഷയുടെ അടയാളം. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ പിതാവായ ദൈവത്തെ ഈ ഭൂമിക്ക് ദൃശ്യമാക്കിയ അടയാളം മനുഷ്യാവതാരം ചെയ്ത ഈശോയാണ്. അതുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ കൂദാശയാണ് ഈശോ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ മനുഷ്യാവതാരം ചെയ്ത ഈശോയെ സ്ഥലകാലങ്ങൾക്ക് അതീതമായി ഇന്ന് നമുക്ക് സംലഭ്യമാക്കുന്നത് സഭയാണ്. അതുകൊണ്ട് സഭയെ ക്രിസ്തുവിൻ്റെ കൂദാശ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഈ സഭയാകുന്ന വലിയ രഹസ്യത്തെ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നാം യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ അടിത്തറ ഭദ്രമാകുന്നത് എന്ന സത്യം ഓർക്കണം. സഭയുടെ അടിസ്ഥാനപരമായ വിശ്വാസ സത്യങ്ങൾ 12 ഉണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. പിതാവായ ദൈവത്തിലുള്ള വിശ്വാസം, പുത്രനായ ദൈവത്തിലുള്ള വിശ്വാസം, അവിടുത്തെ മനുഷ്യാവതാരം, കുരിശുമരണം, ഉത്ഥാനം, സ്വർഗാരോഹണം, അവിടുത്തെ മഹത്വമേറിയ 2ാം വരവ്, പരിശുദ്ധാത്മാവായ ദൈവത്തിലുള്ള വിശ്വാസം, തിരുസഭയിലുള്ള വിശ്വാസം, കൂദാശകളിലുള്ള വിശ്വാസം, ശരീരങ്ങളുടെ ഉയർപ്പിലുള്ള വിശ്വാസം, നിത്യജീവിതത്തിലുള്ള വിശ്വാസം. ഇങ്ങനെ 12 വിശ്വാസ സത്യങ്ങൾ അടിസ്ഥാനപരമായി തിരുസഭയ്ക്കുണ്ട് എന്ന് നമുക്കറിയാം. ഈ 12 സത്യങ്ങളെ കൃത്യമായി ക്രോഡീകരിച്ചാൽ ഈ 12 സത്യങ്ങളെ 3 സത്യങ്ങളായിട്ട് ചുരുക്കി പറയാം എന്ന് വിശുദ്ധ ആഗസ്തീനോസ് പുണ്യാളൻ പറയാറുണ്ട്. അതായത് പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം. ആദ്യം പറഞ്ഞ 12-ൽ 1 മുതൽ 8 വരെയുള്ള സത്യങ്ങൾ പരിശുദ്ധ ത്രിത്വത്തിലുള്ള വിശ്വാസം. രണ്ടാമത്തേത് തിരുസഭയിലുള്ള വിശ്വാസം. 9ഉം 10ഉം തിരുസഭയിലുള്ള വിശ്വാസ സത്യങ്ങളാണ്. 11ഉം 12ഉം നിത്യജീവനെക്കുറിച്ചുള്ള വിശ്വാസത്യങ്ങൾ. അപ്പോൾ 3 അടിസ്ഥാന സത്യങ്ങളാണ് കത്തോലിക്ക വിശ്വാസത്തിലുള്ളത്: പരിശുദ്ധ ത്രിത്വം, തിരുസഭ, നിത്യജീവൻ. ആഗസ്തീനോസ് പുണ്യാളൻ പറയും, ഇത് 3-ല് ഏറ്റവും പ്രധാനപ്പെട്ട സത്യം തിരുസഭയാണ്. കാരണം പരിശുദ്ധ ത്രിത്വത്തെക്കാളും വലുതാണ് തിരുസഭ എന്നൊരു സംശയം നമുക്ക് തോന്നാം. ആഗസ്തീനോസ് പുണ്യാളൻ പറയുന്ന യുക്തി ഇതാണ്: തിരുസഭയിലൂടെയാണ് ഇന്ന് നാം പരിശുദ്ധ ത്രിത്വത്തെ അറിയുക. ഈ തിരുസഭയിലൂടെയാണ് നാം നിത്യജീവനിലേക്ക് പ്രവേശിക്കുക. അതുകൊണ്ട് പരിശുദ്ധ ത്രിത്വത്തെ അറിയാനും ത്രിത്വൈക ജീവനായ നിത്യജീവനിലേക്ക് പ്രവേശിക്കാനും വിശ്വാസിക്ക് വഴിയൊരുക്കുന്നു എന്നുള്ളതിനാൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരമപ്രധാനമായ വിശ്വാസ സത്യം തിരുസഭയാണ് എന്ന് ആഗസ്തീനോസ് പുണ്യവാളൻ പറഞ്ഞത് ഓർമ്മിക്കുക. അതായത് ഞാൻ പറഞ്ഞു വന്നത്, ഈ തിരുസഭയെ ശരിയാം വിധത്തിൽ മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ സത്യമാണ്. ഈശോ മനുഷ്യാവതാരം ചെയ്ത് കന്യകാമറിയത്തിൽ നിന്ന് ശരീരമെടുത്ത് ബേത്ലഹേത്ത് പിറന്ന അവിടുന്ന് നസ്രത്തിൽ ഒരു മനുഷ്യനായി വളർന്നുവെന്നും അവിടെ നിന്ന് ജെറുസലേമിലേക്ക് ഈശോ യാത്ര ചെയ്തുവെന്നും ഒക്കെ നമുക്കറിയാവുന്ന വസ്തുതകളാണ്. ഈ മനുഷ്യാവതാര രഹസ്യം 33 വയസ്സിൽ ഈശോ പൂർത്തിയാക്കുമ്പോൾ
നമുക്കറിയാം വെറും 33 കൊല്ലം കൊണ്ട് ഈ ഭൂമിയിലെ തൻ്റെ സാന്നിധ്യം അവസാനിപ്പിച്ച് സ്വർഗത്തിലേക്ക് പോവുക എന്നുള്ളതായിരുന്നില്ല ഈശോമിശിഹായുടെ ആത്യന്തിക ലക്ഷ്യം. നിത്യകാലവും മനുഷ്യനോടൊത്തായിരിക്കുവാൻ അവൻ്റെ രക്ഷ സ്ഥലകാലങ്ങൾക്ക് അതീതമായി മനുഷ്യകുലത്തിന് മുഴുവനും സംലഭ്യമാക്കുക എന്നുള്ളത് മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യമായിരുന്നുവെങ്കിൽ മനുഷ്യാവതാരം ചെയ്ത ഈശോ ഈ ഭൂമിയിൽ സ്ഥലകാലങ്ങൾക്ക് അതീതമായി തന്നെ സംലഭ്യമാക്കാൻ കണ്ടെത്തിയ അത്ഭുതാവഹമായ മാർഗമായിരുന്നു തിരുസഭയുടെ സ്ഥാപനം എന്ന് നാം തിരിച്ചറിയും. പുതിയ നിയമം ഇതിനെ വളരെ നാടകീയമായിട്ട് അവതരിപ്പിക്കുന്നു. ഈശോയുടെ ഉത്ഥാനത്തിൽ പുതിയ നിയമം അവസാനിക്കുന്നില്ല എന്നുള്ള സത്യം സുവിശേഷങ്ങൾ 4 ശ്രദ്ധയോടെ വായിച്ചാൽ നമ്മളെ അമ്പരപ്പിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. സഭയുടെ പ്രാധാന്യമാണ്. പുതിയ നിയമം, സഭ എന്ന് പറയുമ്പോൾ ആളുകൾ പെട്ടെന്ന് പറയും ആ നടപടി ഗ്രന്ഥത്തിലേക്ക്, പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ ഈശോമിശിഹായുടെ കാലശേഷമുള്ള ഒരു സംവിധാനമായി സഭയെ മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ പുതിയ നിയമത്തിലെ സുവിശേഷങ്ങൾ ശ്രദ്ധയോടെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, പുതിയ നിയമത്തിൽ വിശിഷ്യ ഈ സുവിശേഷങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് വലിയ ഒരു രഹസ്യമാണ്. മനുഷ്യാവതാരം ചെയ്ത ഈശോ എപ്രകാരമാണ് തിരുസഭയായി രൂപാന്തരപ്പെടുന്നത് എന്നുള്ള വലിയ രഹസ്യം വിശുദ്ധ ഗ്രന്ഥം പറഞ്ഞു തരുന്നു. ഉത്ഥാനത്തിൽ നിന്ന് ഈശോയെ എങ്ങനെയാണ് തിരുസഭയായി ഈ സുവിശേഷകന്മാർ അവതരിപ്പിക്കുന്നത് എന്നുള്ളതാണ് നാം ശ്രദ്ധയോടെ മനസ്സിലാക്കേണ്ട വസ്തുത. നമുക്കറിയാം, ഉത്ഥാനം ചെയ്ത ഈശോയെ കണ്ടവർക്കെല്ലാം അത് ഈശോയാണോ എന്നൊരു സന്ദേഹം ഉണ്ടാകുന്നു. മഗ്ദലനാംകാരി മറിയം ഈശോയെ കണ്ടപ്പോൾ അവൾക്ക് സംശയം, ഇത് ഈശോ ആണോ, ഇത് തോട്ടക്കാരനാണെന്നാണ് അവൾ വിചാരിക്കുക. അത് താൽക്കാലത്തേക്കുള്ളൊരു വിഭ്രാന്തി എന്ന് വിചാരിച്ച് നമുക്ക് എഴുതിത്തള്ളാൻ പറ്റിയല്ല. കാരണം എന്താണ്? അത് മഗ്ദലനാ മറിയത്തിന് മാത്രം ഉണ്ടാകുന്നൊരു പ്രശ്നമല്ല. രാവിലെ തൊട്ട് വൈകുന്നവരെയും ക്രിസ്തുവിനോടൊപ്പം നടന്ന് അവനോടൊത്ത് സംസാരിച്ച് എമ്മാവൂസിലേക്ക് പോയ അപ്പസ്തോലന്മാർക്കും തങ്ങളുടെ ഒപ്പം നടക്കുന്നത് ക്രിസ്തുവാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ ഓർക്കുക, അത് കേവലം ആനുഷംഗികമായ യാദൃച്ഛികമായ ഒരു തിരിച്ചറിവില്ലായ്മയല്ല. മറിച്ച് ആ തിരിച്ചറിവിൽ വരുന്ന പരാജയം. അവർ വിചാരിക്കുന്നു തങ്ങളോടൊപ്പം നടക്കുന്നത് ഗുരുവല്ല, യേശുവല്ല, മറിച്ച് ഏതോ വഴിപോക്കനാണെന്നാണ് അവർ വിചാരിക്കുന്നത്. ഒരു ദിവസം മുഴുവനും തങ്ങളോടൊത്ത് നടന്ന യേശുവിനെ അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ, നോക്കുക, ഈശോ മിശിഹ മരിച്ചിട്ട് 3 ദിവസം കഴിഞ്ഞതേ ഉള്ളൂ എന്നോർക്കുക. അതിനോടകം തങ്ങൾക്ക് അത്രമേൽ സുപരിചിതനായിരുന്ന, തങ്ങളുടെ സർവസ്വമായിരുന്ന യേശുവിനെ കണ്ടിട്ട് അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ സുവിശേഷകന്മാരെന്തായിരിക്കും ഉദ്ദേശിക്കുക? തിബേരിയാസ് കടൽ തീരത്തേക്ക് പോയ ശിഷ്യരെക്കുറിച്ച് നമുക്കറിയാം. തിബേരിയാസ് കടൽ തീരത്ത് യേശു ചെന്ന് അവരോട്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കൈവശം മീൻ വല്ലതുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ യോഹന്നാൻ അടക്കം അവിടെയുണ്ട്. പക്ഷേ ആരോ മീൻ മേടിക്കാൻ വന്ന ഒരു ചെറുപ്പക്കാരൻ എന്നതിനപ്പുറത്ത് കരയിൽ നിൽക്കുന്നത് ഗുരുവാണ് എന്ന് തിരിച്ചറിയാനൊന്നും അവരെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതും സത്യം. അപ്പോൾ ഈ ഉത്ഥിതനെ തിരിച്ചറിയാൻ ശിഷ്യന്മാർ പരാജയപ്പെടുന്നു എന്നുള്ളത് ഈ ഉത്ഥാന വിവരണങ്ങളിൽ അനുസ്യൂതം അവതരിപ്പിക്കുന്ന ഒരു സത്യമാണ്. അതൊരൊറ്റപ്പെട്ട സംഭവമല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരിക. ഇനി ഈ ഉത്ഥിതനെ ഇവരെങ്ങനെയാണ് തിരിച്ചറിയുന്നത്? അതും വളരെ പ്രധാനപ്പെട്ടത്. എന്താണ് ഈ സഭ എന്ന് സുവിശേഷകന്മാർ നമുക്ക് പറഞ്ഞു തരിക. ഉത്ഥിതനെ അവരെങ്ങനെയാണ് തിരിച്ചറിയുക? മഗ്ദലനാക്കാരി മറിയം യേശുവിനെ കണ്ടപ്പോൾ പറഞ്ഞു, ഇത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് പലതും അവൾ ചോദിക്കുന്നു. യേശു അവളോട് പറഞ്ഞു, മറിയം എന്നവളെ പേര് ചൊല്ലി വിളിച്ചു. തൽക്ഷണം തൻ്റെ മുമ്പിൽ നിൽക്കുന്ന തോട്ടക്കാരനല്ല, താൻ സ്നേഹിക്കുന്ന ഈശോ തന്നെ എന്ന് മറിയത്തിന് മനസ്സിലായി. അപ്പോൾ സുവിശേഷകൻ ആദ്യത്തെ വഴി പറഞ്ഞു തന്നു. ഉത്ഥാനം ചെയ്ത ഈശോയെ തിരിച്ചറിയണമെങ്കിൽ ദൈവവചനമാകുന്ന വഴി ഉപയോഗിക്കണം. വീണ്ടും
എമ്മാവൂസിലേക്ക് പോയ അപ്പസ്തോലന്മാർക്ക് ഈശോ പറഞ്ഞതൊന്നും മനസ്സിലായില്ല. അവർ വാദിക്കുകയും തർക്കിക്കുകയും കലഹിക്കുകയും ചെയ്തുകൊണ്ട് വൈകുന്നവരെയും യാത്രയിൽ. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, അപരിചിത, നീ ഇനി ഒറ്റയ്ക്ക് പോകുന്നത് സുരക്ഷിതമല്ല, നമുക്ക് ഒരുമിച്ച് താമസിക്കാം. അവരപ്രകാരം പങ്കുവയ്ക്കാൻ തയ്യാറായപ്പോൾ അവരുടെ കൈവശമുണ്ടായിരുന്ന അപ്പമെടുത്ത് യേശു ആശീർവദിച്ച് മുറിച്ച് ശിഷ്യർക്ക് കൊടുത്തു. അപ്പോൾ ശിഷ്യർ തിരിച്ചറിയുകയാണ് ഇത് യേശുവാണ്. സുവിശേഷകന്മാർ വീണ്ടും പറഞ്ഞു തരികയാണ്, ഉത്ഥാനം ചെയ്ത ഈശോയെ തിരിച്ചറിയാനുള്ള രണ്ടാമത്തെ വഴി കൂദാശകളാണ്. ഒന്ന് ദൈവവചനം, രണ്ട് കൂദാശകൾ. തിബേരിയാസ് കടൽ തീരത്തെ ശിഷ്യന്മാർക്ക് യേശുവിനെ കണ്ടിട്ട് മനസ്സിലാകുന്നില്ല. അവരെപ്പോഴാണ് യേശുവാണ് കരയിൽ നിൽക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞത് എന്ന് ചോദിച്ച സുവിശേഷകൻ വ്യക്തമായി മറുപടി തരും. 153 മത്സ്യങ്ങൾ നിറഞ്ഞ വല വലിച്ച് കരയ്ക്കോട്ട് കയറ്റാൻ തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ ഇത്രയും ആധിക്യം ഉള്ള മത്സ്യങ്ങൾ തങ്ങളുടെ വലയിൽ കുടുങ്ങിയത് കണ്ടപ്പോൾ, അത്ഭുതകരമായ ആ മീൻപിടുത്തത്തിന് സാക്ഷികളായപ്പോൾ അവർ തിരിച്ചറിഞ്ഞു കരയിൽ നിൽക്കുന്നത് കർത്താവാണ്. 153 മത്സ്യങ്ങളുള്ള വല തിരുസഭയുടെ പ്രതീകമാണ് എന്ന് സഭാപിതാക്കന്മാർ പറഞ്ഞു തരുന്നു. കാരണം 153 മത്സ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കടലിൽ 153 ഇനം മത്സ്യങ്ങളുണ്ട് എന്നാണ് യഹൂദ സങ്കല്പം. അവയെല്ലാം കയറിയ വല എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് സാർവത്രികമായി സകലരെയും ഉൾക്കൊള്ളുന്ന വല, തിരുസഭ എന്നർത്ഥം തന്നെയാണ് എന്ന് സഭാപിതാക്കന്മാർ നമുക്ക് വ്യാഖ്യാനിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നോക്കുക, വചനം, കൂദാശ ഇവ നൽകുന്ന തിരുസഭ, ഇവ മൂന്നുമാണ് ഉത്ഥാനം ചെയ്ത ഈശോയെ തിരിച്ചറിയാനുള്ള വഴി. വീണ്ടും സുവിശേഷകന്മാർ പറഞ്ഞു വയ്ക്കുകയാണ്, മഗ്ദലന മറിയത്തോട് ഈശോ പറഞ്ഞു, മറിയമേ എന്നെ തൊടരുത്. തൊടരുതെന്ന് പറഞ്ഞ് ഈശോ അവസാനിപ്പിക്കുകയല്ല, മറിയമേ നീ എന്നെ തൊടരുത്, എൻ്റെ സഹോദരന്മാരുടെ പക്കലേക്ക് പോകാനാണ് പറയും. എന്താണ് ഈ സഹോദരന്മാരുടെ പക്കലേക്ക് പോകാൻ പറയുന്നതിൻ്റെ അർത്ഥം? മറിയത്തിന് ഈശോയെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. 2-3 ദിവസമായിട്ട് ഈശോ മരിച്ചു എന്നുള്ള സങ്കടത്തിലിരിക്കുമായിരുന്നു. ഇതാ അവൻ സജീവനായി തൻ്റെ മുമ്പിൽ മനുഷ്യനായി നിൽക്കുന്നു. മറിയത്തിന് സന്തോഷമായി. ഇനി പഴയതുപോലെ തനിക്ക് ഈശോയുടെ അടുക്കൽ പോയിരിക്കാം, ഈശോ പറയുന്നത് കേൾക്കാം, ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റും എന്നൊക്കെയാണ് മറിയം വിചാരിച്ചുകൊണ്ടിരിക്കുക. ഈശോ അവളെ തിരുത്തുകയാണ്, മറിയമേ ഇനിമേൽ നിനക്കെന്നെ കാണാനോ കേൾക്കാനോ എൻ്റെ അരികിലിരിക്കാനോ പഴയതുപോലെ എൻ്റെ സ്നേഹമറിയാനോ സാധിക്കുകയില്ല. കാരണം ഞാൻ മരണത്തിന് ശേഷം ഉത്ഥാനം ചെയ്ത് മഹത്വത്തിൽ പ്രവേശിച്ചവനാണ്. പകരം ഇനിമേൽ നിനക്കെന്നെ അറിയാനും കേൾക്കാനും കാണാനും എൻ്റെ സ്നേഹം അനുഭവിക്കാനുമുള്ള ഒരേ ഒരു വഴി എന്താണ്? എൻ്റെ സഹോദരന്മാരുടെ കൂട്ടായ്മയിലേക്ക് പോകണം. ഈ സഹോദരന്മാരുടെ കൂട്ടായ്മ ഏതാണ് എന്ന് ചോദിച്ചാൽ അതാണ് ഈ തിരുസഭ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരും ഇനിമേൽ ഈശോയെ പ്രതീക്ഷിക്കരുത്. എങ്ങനെ? 33 വയസ്സുള്ള നമ്മളുടെ ഈശോ എന്ന സങ്കല്പം എപ്പോഴും എന്താണ്? 33 വയസ്സുള്ള ചെറുപ്പക്കാരൻ വെള്ളയുടുപ്പ് ധരിച്ച് ചുമന്ന ഷാള് പുതച്ച് 2 വിരൽ ഇങ്ങനെ പിടിച്ച് മിശിഹാ ചരിത്രത്തിലെ ഈശോ നടക്കുന്നത് പോലെ നടക്കുന്ന ഒരു ഈശോയെ ഇനി ആരെങ്കിലും കണ്ടു എന്ന് അവകാശപ്പെട്ടാൽ ആ അവകാശവാദത്തിന് വലിയ പ്രസക്തിയൊന്നുമില്ല. അതുകൊണ്ടാണ് കത്തോലിക്കാ സഭയിൽ അവിടെ ഈശോ പ്രത്യക്ഷപ്പെട്ടെന്നും ഇവിടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടെന്നും ഒക്കെ പറഞ്ഞ ഓരോ സാക്ഷ്യങ്ങളും വിവരണങ്ങളും ഒക്കെ കേൾക്കുമ്പോഴും സഭയ്ക്ക് അതിനകത്ത് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം എന്താണ്? അപ്രകാരമുള്ള ഏതെങ്കിലും ഒരു പ്രത്യക്ഷത്തിൻ്റെ തെളിവിന്മേലല്ല മിശിഹാ തമ്പുരാൻ തിരുസഭയെ പടുത്തുയർത്തുക, മറിച്ച് ഈ സഭ തന്നെ ഈശോ മിശിഹായാണ് എന്ന വലിയ സത്യമാണ് സുവിശേഷം പറഞ്ഞു തരിക. തോമാസ് ലീഹായോട് ഈശോ പറഞ്ഞു, തോമസേ വന്നെന്നെ തൊടാൻ പറഞ്ഞു. മറിയത്തോട് പറഞ്ഞതിന് വിരുദ്ധമാണ്. എന്തുകൊണ്ടാണ് തോമാസ് ലീഹായോട് തൊട്ടോളാനും മറിയത്തോട് തൊടരുതെന്നും പറയുന്നു? രണ്ടിടത്തും ഈശോ ഉദ്ദേശിക്കുന്ന ഒന്ന് തന്നെ. തോമസിനോട് ഈശോ പറഞ്ഞു, തോമസേ നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. കാണാതെ വിശ്വസിക്കുന്നവരുടെ സമൂഹമാണ് ഈ തിരുസഭ. അപ്പോൾ ഓർക്കുക പ്രിയപ്പെട്ടവരെ, ഈശോ
എന്ന ആ വലിയ സത്യത്തെ സുവിശേഷകന്മാർ അവതരിപ്പിച്ച് അതിൻ്റെ പൂർത്തീകരണമായി എത്തിയത് എവിടെയാണ്? സഭയിലാണ്. സുവിശേഷങ്ങൾ അവസാനിപ്പിക്കുന്നത് ഈശോ ഇനിമേൽ തിരുസഭയായി നമുക്ക് സംലഭ്യമാണ് എന്ന വലിയ സത്യം പഠിപ്പിച്ചുകൊണ്ട്. ഇനിമേൽ ഈശോയെ അറിയാൻ, കേൾക്കാൻ, അവിടുത്തെ സ്നേഹം അനുഭവിക്കാൻ ഉള്ള മാർഗമേത് എന്ന് ചോദിച്ചാൽ തിരുസഭയാണ്. അതുകൊണ്ട് ഈശോ മിശിഹ സഭ സ്ഥാപിച്ചോ ഇല്ലയോ എന്നുള്ളൊരു തർക്കം അപ്രസക്തമാണ്. കാരണം എന്താ? ഈശോ തന്നെ തിരുസഭയായി രൂപാന്തരപ്പെടുകയായിരുന്നു എന്നാണ് പുതിയ നിയമം പറഞ്ഞു തരുന്ന വലിയ സത്യം. പത്രോസാകുന്ന പാറമേൽ ഈശോ സഭയെ സ്ഥാപിച്ചോ അതോ വേറെ ഏതെങ്കിലും പാറയിലായിരുന്നോ? അല്ലെങ്കിൽ ഈ സഭ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലം കേന്ദ്രമാക്കിയുള്ളതായിരുന്നോ? ഏതാണ് യഥാർത്ഥ സഭ എന്നൊക്കെയുള്ള ഒരുപാട് തർക്കങ്ങൾ സഭാവിജ്ഞാനീയത്തിൽ നാം കേൾക്കാറുള്ളൂ. എല്ലാ തർക്കങ്ങളെയും മാറ്റിക്കൊണ്ട് ഈശോ പറഞ്ഞു, ഈശോ തന്നെയാണ് തിരുസഭയായി തൻ്റെ അസ്തിത്വം തുടരുക. സ്ഥലകാലങ്ങൾക്ക് അധീനനായി പലസ്തീനായിൽ മനുഷ്യനായി ജീവിച്ച ഈശോ സ്ഥലകാലങ്ങൾക്ക് അതീതമായി പരിശുദ്ധ ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായുള്ള തൻ്റെ സാന്നിധ്യം തുടരുന്നത് തിരുസഭയായിട്ടാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ സഭയെ വിശേഷിപ്പിച്ചത് സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ശരീരമാണെന്ന് പറഞ്ഞാൽ, ഇതെൻ്റെ ശരീരമാണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് ഞാൻ തന്നെയാണ്. ശരീരം വ്യക്തിയെ സൂചിപ്പിക്കുന്നു. പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ ശരീരം എന്ന് പറഞ്ഞാൽ നാം ഉദ്ദേശിക്കുന്നത് ഈശോയുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗമെന്നല്ല, ഈശോ എന്ന വ്യക്തി തന്നെയാണ്. എന്നതുപോലെ പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക, തിരുസഭ എന്നാൽ ഈശോ മിശിഹ തന്നെയാണ്. ഇതാണ് പൗലോസ്ലീഹ തിരുസഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ് എന്ന് പറയുമ്പോൾ ലക്ഷ്യമാക്കുന്ന വസ്തുത. ഇത് നമ്മൾ അർത്ഥശങ്ക കൂടാതെ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് ഈശോ തിരുസഭയെ സ്ഥാപിച്ചതെന്നാണ്, ഈശോ തന്നെയാണോ സ്ഥാപിച്ചത് തുടങ്ങിയ ചോദ്യങ്ങൾ അസ്ഥാനത്താക്കുന്ന വിവരണമാണ് പുതിയ നിയമം നമുക്ക് പറഞ്ഞു തരിക. ഈശോ തന്നെ തൻ്റെ അസ്തിത്വം തിരുസഭയായി തുടരുന്നു. പിന്നെ പന്തക്കുസ്താ നാളിൽ ഈശോ സഭയെ സ്ഥാപിച്ചു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താ? പന്തക്കുസ്താ നാളിൽ പരിശുദ്ധാരൂപി വഴി ശ്ലീഹന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേൽ സഭയുടെ ദൃശ്യഘടനയെ ഈശോ സ്ഥാപിച്ചു എന്നാണ് അർത്ഥം. പത്രോസാകുന്ന പാറമേൽ ഈശോ സഭയെ സ്ഥാപിച്ചു എന്ന് പറയുമ്പോഴും നാം അർത്ഥമാക്കുന്നതാണ് സഭയുടെ ഈ ദൃശ്യഘടന ഈശോ സ്ഥാപിക്കുന്നത് പത്രോസാകുന്ന ശ്ലീഹ പ്രമുഖൻ്റെ മേലാണ് എന്ന വസ്തുത. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തിരുസഭ എന്നത് എനിക്ക് താല്പര്യമുണ്ടേ മാത്രം സ്വീകരിച്ചാൽ മതി, ഇല്ല എങ്കിൽ ഞാൻ ഈശോയിൽ വിശ്വസിച്ചാൽ മതി എന്ന് വാദിക്കുന്നത് അബദ്ധമാണ്. ചില മനുഷ്യർ പറയാറുണ്ട്, ഈശോ മിശിഹായെക്കുറിച്ച് എല്ലാവർക്കും ഭയങ്കര സ്നേഹവും മതിപ്പും. സഭ എന്ന് പറഞ്ഞാൽ എന്നതാണ്, ഇതൊക്കെ എന്നാ കാണിക്കാനാണ് എന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തിൽ ഈശോയെ അറിയാൻ ഈശോ തന്നെ തിരുസഭയായി നമുക്ക് സംലഭ്യനാക്കുകയും ഈശോ തന്നെ നമുക്ക് ഏറ്റവും കൃത്യമാർന്ന നിയതമായ രീതിയിൽ സംലഭ്യമാകുന്നത് തിരുസഭയായിട്ടാണ്. അതുകൊണ്ട് തിരുസഭയെ തള്ളിക്കളഞ്ഞേച്ചിട്ട് ഞാൻ ഈശോ മിശിഹായെ സ്വീകരിച്ചു കൊള്ളാം എന്ന് പറയുന്നത് അബദ്ധമാണ്. കാരണം എന്താണ്? ഈ സഭ ഈശോ മിശിഹായുടെ തുടർച്ചയാണ്, അല്ല ഇത് ഈശോ മിശിഹ തന്നെയാണ്. ഈ ഒരു സത്യം സ്വീകരിച്ചു കഴിയുമ്പോൾ സഭാവിജ്ഞാനീയത്തിൻ്റെ ഏറ്റവും ഭദ്രമായ അടിത്തറയിൽ നാം എത്തുന്നു എന്നുള്ളതാണ് ശരിയായ വസ്തുത. ഈശോയുടെ പരസ്യജീവിതത്തിൽ ഈശോ സഭയെക്കുറിച്ച് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രമേ 4 സുവിശേഷങ്ങളിൽ സഭയെക്കുറിച്ചുള്ള പരാമർശമുള്ളൂ എന്നുള്ളതും വസ്തുതാപരമാണ്. ഈശോ പത്രോസിനോട് പറയുന്നുണ്ട്, പത്രോസേ നീ പാറയാണ്, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ സ്ഥാപിക്കും.
ഈ പാറ എന്ന് പറയുന്നത് പത്രോസ് എന്ന പേര് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്ന പദം. പത്രോസ് എന്ന് പറഞ്ഞാൽ പാറ എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം എന്ന് നമുക്കറിയാം. പത്രോസാകുന്ന പാറമേൽ ഈശോ തിരുസഭയെ സ്ഥാപിച്ചു എന്ന് പറഞ്ഞാൽ സഭയുടെ ദൃശ്യഘടന പത്രോസാകുന്ന പാറമേൽ സ്ഥാപിക്കപ്പെട്ടു. അല്ലാണ്ട് പത്രോസല്ല പാറ, പത്രോസല്ല സഭ. സഭയെന്ന് പറയുന്ന ഈശോ മിശിഹായാണ്. ആ സഭയുടെ ദൃശ്യതലം, അതിൻ്റെ ഘടനാപരമായ തലം ഈശോ സ്ഥാപിക്കുന്നത് പത്രോസിൻ്റെ മേൽ. അതുകൊണ്ട് ഈ സഭാവിജ്ഞാനീയത്തിന് ഈ രണ്ട് തലങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് തിരുസഭയാകുന്ന സത്യത്തിൻ്റെ അദൃശ്യതലം. അഗസ്തീനോസ് പുണ്യവാളനൊക്കെ അപ്രകാരം വേർതിരിച്ച് പറയുന്നു. സഭയുടെ ദൃശ്യതലവും സഭയുടെ അദൃശ്യതലവും. ഈശോ മിശിഹായാണ് തിരുസഭയായി തുടരുന്നത് എന്ന് നാം പറയുമ്പോഴും അത് സഭയുടെ അദൃശ്യതലമാണ്. അതേസമയം സഭയിൽ ഇന്ന് ദൃശ്യമാകുന്നത് സഭയുടെ ഘടനാപരമായ സത്യമാണ്. നാം സഭ എന്ന് പറയുമ്പോൾ മാർപ്പാപ്പ, മെത്രാന്മാർ, വൈദികർ, ശമ്മാശന്മാർ, അൽമായർ, സഭയുടെ സ്ഥാപനങ്ങൾ, സഭയുടെ ദേവാലയങ്ങൾ, സഭയിലെ വിവിധങ്ങളായ ആരാധനാക്രമ അനുഷ്ഠാനങ്ങൾ, ഇതൊക്കെയാണ് സഭ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. അവയെല്ലാം എന്താണ്? സഭയുടെ ദൃശ്യ തലമാണ്. എങ്കിൽ സഭയുടെ അദൃശ്യതലം ഏതാണ്? ഈശോ മിശിഹാ തന്നെ. ഈ ഒരു സത്യം നമ്മൾ ഗ്രഹിച്ചു കഴിയുമ്പോൾ സഭാവിജ്ഞാനീയത്തിൻ്റെ ശരിയായ അടിസ്ഥാനത്തിൽ നാം എത്തുകയാണ്. ഈ ദൃശ്യതലം എപ്പോഴാണ് ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും നമുക്ക് പറയാൻ പറ്റും. ഈശോ സഭ സ്ഥാപിച്ചത് കേസറിയ ഫിലിപ്പിയിൽ പത്രോസ്, ശിഷ്യപ്രമുഖനായ പത്രോസ് ഏറ്റവും വലിയ വിശ്വാസ പ്രഘോഷണം നടത്തിയപ്പോഴാണ്. യേശുവേ, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ്, ക്രിസ്തുവാണ് എന്ന് പത്രോസ് പ്രഘോഷിച്ചപ്പോൾ തിരുസഭയ്ക്ക് തുടക്കം കുറിച്ചു എന്ന് വാദിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. ആ വാദം ശരിയാണ് താൻ. മറ്റ് ചില പണ്ഡിതന്മാർ പറയും, അയ്യോ, പരസ്യ ജീവിതകാലത്ത് എങ്ങനെയാണ് സഭ സ്ഥാപിച്ചു എന്ന് പറയുക. സഭ എന്ന സത്യത്തിന് അർത്ഥം കൈവരുന്നത് ഈശോ മിശിഹായുടെ മരണോത്ഥാനങ്ങളിലൂടെയാണ്. ഈശോ മരിച്ച് ഉത്ഥാനം ചെയ്ത് തന്നെ തിരുസഭയാക്കി സംലഭ്യമാക്കുമ്പോഴാണ് സഭയെന്ന സത്യത്തിന് അർത്ഥം കൈവരുന്നത്. അതുകൊണ്ട് ഈശോയുടെ മരണോത്ഥാനങ്ങൾക്ക് ശേഷമേ സഭ എന്ന് പറയുന്നതിന് അർത്ഥമുള്ളൂ എന്ന് വാദിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. അവർ പറയും, ലൂക്കാസുവിശേഷകൻ സൂചിപ്പിക്കുന്നത് പോലെ പന്തക്കുസ്താ നാളിൽ പരിശുദ്ധാത്മാഗമനമാണ് സഭയുടെ തുടക്കം കുറിക്കുന്ന നിമിഷം എന്ന വസ്തുത. എന്നാൽ ഇനിയും മറ്റ് ചില ദൈവശാസ്ത്രജ്ഞന്മാർ സഭയുടെ തുടക്കം എപ്പോഴായിരുന്നു എന്ന് ചോദിച്ചാൽ പറയും, സഭ രക്ഷാചരിത്രത്തിൻ്റെ തുടക്കം മുതലേ ഉണ്ട്. ദൈവം ആദിമാതാപിതാക്കളെ പറുദീസായിൽ സൃഷ്ടിച്ച് നിയോഗിച്ചാക്കി. ദൈവവുമായുള്ള കൂട്ടായ്മ അറിയാൻ, അനുഭവിക്കാൻ, ആ സ്നേഹത്തിൻ്റെ വലയത്തിൽ വളരാൻ ദൈവം പറുദീസ ഒരുക്കി. എന്നാൽ പാപം മൂലം മനുഷ്യൻ പറുദീസ നഷ്ടമാക്കിയപ്പോൾ ദൈവം അവന് വീണ്ടും പറുദീസ വാഗ്ദാനം ചെയ്തു. അങ്ങനെ ഏദേൻ തോട്ടത്തിൽ നഷ്ടമായ പറുദീസ ദൈവം വീണ്ടെടുത്ത് നൽകിയതാണ് ഈ തിരുസഭ എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ തിരുസഭയുടെ ആരംഭം എവിടെയെന്ന് ചോദിച്ചാൽ രക്ഷാചരിത്രത്തിൻ്റെ തുടക്കം മുതലാണ്. അഗസ്തീനോസ് പുണ്യവാളൻ പറയും, ആദ്യത്തെ മനുഷ്യൻ്റെ മരണം മുതൽ സഭയുണ്ടായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം പറയും, ആബേലാണ് ആദ്യം വധിക്കപ്പെട്ട മനുഷ്യൻ. എക്ലേസിയ ആബേൽ എന്ന് അഗസ്തീനോസ് പുണ്യാളൻ പറയും. അതായത് ആദ്യത്തെ മനുഷ്യൻ മരിച്ചപ്പോൾ മുതൽ അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം തിരുസഭയെ ഒരുക്കുകയായിരുന്നുവെന്ന്. പഴയ നിയമത്തിലെ ഇസ്രായേലിൻ്റെ തുടർച്ചയായി പുതിയ നിയമസഭ സ്ഥാപിതമായി എന്ന് പറയുമ്പോഴും അർത്ഥം വയ്ക്കുന്ന ഇത് തന്നെ. പ്രിയപ്പെട്ടവരെ, ഓർമ്മിക്കുക, ഈശോ മിശിഹായുടെ
വരവ്, അവിടുത്തെ മനുഷ്യാവതാരം, രക്ഷാകര പദ്ധതിയിൽ എപ്രകാരം ദൈവത്താൽ ഒരുക്കപ്പെട്ടുവോ സമാനമായ ഒരു ഒരുക്കം സമാന്തരമായി തിരുസഭയുടെ രൂപീകരണത്തിന് വേണ്ടിയും ദൈവം നടത്തിയിരുന്നു എന്ന് നിരൂപിക്കുന്നതാണ് വസ്തുതാപരമായി ശരിയായിട്ടുള്ളത്. അതുകൊണ്ട് സഭ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമാണ്. രക്ഷാകര പദ്ധതിയോളം പഴക്കം തിരുസഭയ്ക്കുമുണ്ട് എന്ന് പറയുന്നതാണ് ശരി. കൂടുതൽ വിശദാംശങ്ങൾ വരും ക്ലാസ്സിൽ നാം പഠിക്കുന്നതാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. കോഴ്സുകളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101. ടെലിഫോൺ 0490 2344 2343 ഇമെയിൽ alfits@gmail.com. വെബ്സൈറ്റ് www.alphathalassery.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ഷാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട് 673-528. ഫോൺ 0496 266 4600.